സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെങ്ങും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം. സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം. രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന എപ്പിസോഡിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം ആശംസിക്കുന്നു. ബിഷപ്പ് പോത്തിനസും സഹരക്തസാക്ഷികൾ. രക്തസാക്ഷികൾ സഭയുടെ ആദ്യ കാലഘട്ടം മുതലുണ്ടായിരുന്നു. യേശുവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ധീരമായി രക്തം ചിന്തിയ വിശുദ്ധാത്മാക്കളെ രക്തസാക്ഷികൾ എന്ന് വിളിക്കുന്നു. വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരാണവർ. സഭയുടെ വണക്കത്തിൽ എപ്പോഴും അവർ മുൻപന്തിയിലാണ് എന്നുള്ളത് രക്തസാക്ഷികളുടെ പ്രാധാന്യം സഭയിൽ എത്ര വലുതാണ് എന്ന് നാം ഓർക്കുകയാണ്. കുരിശിൽ ജീവൻ വെടിഞ്ഞതാണ് ഈശോ. ആ രക്തസാക്ഷിത്വമാണ് തുടർന്ന് സഭയുടെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ശിഷ്യൻ ഗുരുവിനെ പോലെ ആയാൽ മതി. ഗുരുവിനെ, ഗൃഹനാഥനെ ബേൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല എന്ന മുന്നറിയിപ്പ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ഈശോ പരസ്യ ജീവിതകാലത്ത് വളരെ വ്യക്തമായിട്ട് നൽകിയിരുന്നു. ഗൃഹനാഥനെ അവർ ബേൽസബൂൽ എന്നാണ് വിളിക്കുന്നത്. അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്താണ് ഈശോ രക്തം ചിന്തി കുരിശിൽ മരിച്ച് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് വേണ്ടി രക്ഷ സാധിച്ചത്. അത് അനസ്യൂതം തുടരുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബലിയർപ്പണം, ഏകജാതൻ്റെ കുരിശിലെ ബലിയർപ്പണം അനസ്യൂതം തുടരുകയാണ്. എങ്ങനെ? സഭയിൽ എന്നും രക്തസാക്ഷികൾ രക്തം ചിന്തിക്കൊണ്ട് തങ്ങളുടെ ഗുരുനാഥൻ്റെ പിന്നാലെ യാത്ര ചെയ്യുകയാണ്. സഭയുടെ ആദ്യ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഈ രക്തസാക്ഷിത്വം നമുക്ക് കാണുവാൻ സാധിക്കും. വഴിയോരങ്ങളിൽ പന്തങ്ങളായി കത്തി നിന്നിട്ടുണ്ട് നമ്മുടെ സഹോദരങ്ങൾ. ആംഫി തിയേറ്ററിലേക്ക്, വിനോദശാലയിലേക്ക്, വിശന്ന് പൊരിഞ്ഞ മൃഗങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട വിശ്വാസികൾ വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ യേശുവിന് വേണ്ടി രക്തസാക്ഷ്യം വഹിച്ച ധീരരാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവരുടെ ചരിത്രമാണ് നാം പഠിക്കുന്നത്. അവരുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കും. ഈ കാലഘട്ടം രക്തസാക്ഷിത്വത്തിൻ്റേതാണ്. 80-ലധികം രാജ്യങ്ങളിൽ നമ്മുടെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പല ഗ്രാമങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികൾ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റപ്പെട്ടു. ഓരോ 6 മിനിറ്റിലും ഒരു ക്രിസ്ത്യാനി കൊല്ലപ്പെടുന്നുണ്ടെന്നാണ് അടുത്ത കാലത്ത് ലഭിക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. ആദിമസഭയിൽ ഉണ്ടായിരുന്നതിൻ്റെ 10 ഇരട്ടിയിലധികം മതമർദ്ദനം അഭിമുഖീകരിക്കുന്ന ഒരു ക്രൈസ്തവ ലോകമാണ് നമുക്കുള്ളത്. നമുക്കതുകൊണ്ട് രക്തസാക്ഷികൾ അവരുടെ ജീവിതം നമുക്ക് പഠിക്കുന്നത് നമുക്ക് ശക്തി നൽകും. അനുദിന ജീവിതത്തിൽ രക്തസാക്ഷികളായി ജീവിക്കുവാൻ അതിനുള്ള കൃപ നമുക്ക് ലഭിക്കും. വിശുദ്ധരുടെ ഈ രക്തസാക്ഷികളുടെ ജീവിതം നാം പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആവേശം ലഭിക്കും. നമുക്ക് വിശ്വാസത്തിൽ കൂടുതൽ സമർപ്പിക്കുവാനുള്ള കരുത്ത് ലഭിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ
നാം പഠിക്കുന്നത് ഫ്രാൻസിലെ ലിയോൺസിൽ 177 AD 177 രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ പോത്തനീസും സഹപ്രവർത്തകരും. ക്രിസ്തുവിന്റെ മരണം മുതൽ രക്തസാക്ഷിത്വത്തിൽ പടുത്തുയർത്തിയ ക്രിസ്തീയ സഭയിൽ പീഡനങ്ങളുടെ പാരമ്യത്തിൽ നിരവധി ജീവനുകളെടുത്ത ഒരു നൂറ്റാണ്ടിന്റെ പ്രതിധ്വനിയായി മാറുകയായിരുന്നു ബിഷപ്പ് പോത്തിനസും സഹരക്തസാക്ഷികളും. മരണം അവരെ നിത്യജീവനിലേക്ക് ഉയർത്തും എന്ന വിശ്വാസം സ്വജീവൻ ക്രിസ്തുവിലേക്ക് സമർപ്പിക്കുവാൻ അവരെ പ്രേരിതരാക്കി. കൺമുമ്പിൽ നടക്കുന്ന പീഡനങ്ങളും മരണങ്ങളും അവരെ ഭയപ്പെടുത്തുകയോ വിശ്വാസത്തിൽ നിന്നും പിന്മാറുവാനുള്ള കാരണമാകുവാനോ അവർക്കുള്ളിൽ ജ്വലിച്ചു നിന്നിരുന്ന അഭിഷേകാഗ്നി അനുവദിച്ചില്ല. ഭാഷയോ ദേശമോ അതിർവരമ്പുകളില്ലാതെ ക്രിസ്തുമത വിശ്വാസികളെ കൂട്ടമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തീയ സഭ വേരുറപ്പിച്ച ഫ്രാൻസിലെ സ്ഥിതിയും വ്യത്യസ്തമല്ലായിരുന്നു. റോമ സാമ്രാജ്യത്തിലെ മാർക്കസ് ഔറേലിയസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് അരങ്ങേറിയ അതിക്രൂരമായ മതമർദ്ദനത്തിൽ ബിഷപ്പ് പോത്തിനസും 200-ൽ പരം ക്രൈസ്തവരും രക്തസാക്ഷികളായി. സഭയുടെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ ഫ്രാൻസിലെ ലിയോൺസിലേക്ക് വിശ്വാസം എത്തിയിരുന്നു. റോമൻ സാമ്രാജ്യം ലിയോൺസും ഭാഗങ്ങളും ഗാൾ ഭാഗങ്ങൾ കീഴടക്കി കഴിഞ്ഞപ്പോൾ അവിടെ വളരെ ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം പല ഭാഗങ്ങളിലും ഉണ്ടായി. അതിൽ വളരെയധികം ആദിമ ക്രൈസ്തവരുടെ വലിയൊരു കേന്ദ്രമായിരുന്നു ലയൺസ്. അത് ഈ ലയൺസിൽ ആളുകൾ കച്ചവടത്തിനായും മറ്റു തൊഴിലിനായും വന്ന് താമസിക്കുകയായിരുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്ന്. ആ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ആളുകൾ വളരെ ശക്തമായൊരു ക്രൈസ്തവ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഈ 170കളിൽ ചക്രവർത്തി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഓരോ പ്രവിശ്യയിലും ഗവർണർമാർക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ, ശിക്ഷകൾ ഏർപ്പെടുത്തുവാൻ സാധിക്കും എന്ന അനുവാദം നൽകുകയാണ്. ഈ അനുവാദം നൽകിക്കഴിഞ്ഞപ്പോൾ ഈ ലിയോൺസിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഏറെ പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവരിൽ ഭൂരിഭാഗവും ഗ്രീക്കിൽ നിന്നും അവിടെ കച്ചവടത്തിനും തൊഴിലിനുമൊക്കെ ആയിട്ട് വന്ന വാർത്തവരായിരുന്നു. അവർ സാമ്പത്തികമായി നല്ല നിലയിലുള്ള ആളുകളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം ലഭിച്ചപ്പോൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. മറ്റൊന്നുകൊണ്ടല്ല, പലപ്പോഴും അസൂയ കൊണ്ടാണ്. ക്രിസ്ത്യാനികളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ സ്നേഹത്തിൽ ഏക മനസ്സോടുകൂടി ഒരേ താല്പര്യത്തോടുകൂടി മുന്നോട്ട് പോവുക. അവർക്ക് അതിൻ്റേതായ അഭിവൃദ്ധി ഉണ്ടായിരുന്നു. ഇത് മറ്റുള്ളവരിൽ അസൂയ ഉളവാക്കി. അവർ വിജാതീയർ ഒരു കുപ്രചരണം ഈ ലയൺസിലെ ക്രിസ്ത്യാനികളെക്കുറിച്ച് പുറത്തിറക്കി. ഒരു നുണപ്രചരണം. ക്രിസ്ത്യാനികൾ മനുഷ്യരെ കൊന്നു തിന്നുന്നു, കുഞ്ഞുങ്ങളുടെ രക്തം അവരെ വധിച്ചിട്ട് കുടിക്കുന്നു, അവിഹിതമായ ബന്ധങ്ങൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരമുള്ള ആരോപണങ്ങൾ അവരുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയാണ് ഈ നഗരത്തിൽ. ഉടൻ തന്നെ ഈ നഗരത്തിൽ ഈ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുവാൻ തുടങ്ങി. വളരെയധികം പീഡകൾ അവർക്ക് ഏൽക്കേണ്ടി വന്നു. ഈ മതമർദ്ദനത്തിൽ ഏറ്റവും ആദ്യം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ അവരെ ഒറ്റപ്പെടുത്തി. അവർക്ക് വിലക്കുകൾ ഏർപ്പെടുത്തുകയാണ്. അവർ ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ വിലക്കുകൾ ഏർപ്പെടുത്തി. അവർക്ക് ചന്തയിലേക്ക് വരാൻ സാധിക്കുമായിരുന്നില്ല. ഒരു ഹൗസ് അറസ്റ്റ് പോലെ പുറത്തിറങ്ങാനുള്ള അനുവാദം അവർക്ക് നിഷേധിക്കപ്പെട്ടു. അവർക്ക് എല്ലാ അവകാശങ്ങളും അവരുടെ നിഷേധിച്ചു. അവരെ പീഡിപ്പിക്കുവാനും ആരംഭിച്ചു. ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട് ചരിത്രകാരനായ യൗസേബിയൂസ്. അദ്ദേഹം 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഫാദർ ഓഫ്
ദ ചർച്ച് ഹിസ്റ്ററി എന്നാണ് അറിയപ്പെടുന്നത്. സഭാചരിത്രത്തിൻ്റെ പിതാവെന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഇതേ സംബന്ധിച്ച് തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ മനോഹരമായ ഒരു കത്തുണ്ട്. ആ കത്തിനെ അധികരിച്ചാണ് ഇവരുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ക്രൈസ്തവ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള പവിഴമുത്ത്, സാഹിത്യത്തിലെ പവിഴമുത്ത് എന്നിത് അറിയപ്പെടുന്നുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ യൂസേബീസിൻ്റെ ഈ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് വിശുദ്ധ പോത്തനീസിൻ്റെയും സഹപ്രവർത്തകരുടെയും രക്തസാക്ഷിത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പീഡനങ്ങളിൽ പങ്കുചേരുകയും എന്നാൽ മരണത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്ത വിശ്വാസികൾ എഴുതിയ അനുഭവക്കുറിപ്പുകളിലും കത്തുകളിലും അന്ന് അരങ്ങേറിയ കൊടിയ പീഡനങ്ങളുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും കഥകൾ വിവരിക്കുന്നു. ക്രിസ്തു വിശ്വാസികളെ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തുന്നതു മുതൽ അവരെ വെറുക്കപ്പെടുന്നവരും രാജ്യദ്രോഹികളുമായി മുദ്ര കുത്തപ്പെട്ട് പീഡനങ്ങളിലൂടെ മരണം വരിക്കുന്നത് വരെയുള്ള സഹനജീവിതമാണ് കത്തുകളിൽ പ്രതിപാദിക്കുന്നത്. കത്തിന്റെ ആമുഖത്തിൽ ഇങ്ങനെ വിവരിക്കുന്നു: ഞങ്ങൾ തെരുവിൽ നിന്ന്, ചന്തയിൽ നിന്ന്, കളിസ്ഥലത്ത് നിന്ന്, വീടുകളിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ടു, കല്ലെറിയപ്പെട്ടു, കവർച്ച ചെയ്യപ്പെട്ടു, അടിക്കപ്പെട്ടു. ഇതെല്ലാം വിജാതീയർ അനൗദ്യോഗികമായി ചെയ്തിരുന്നതായിരുന്നെങ്കിൽ പിന്നീട് ഔദ്യോഗികമായി ചെയ്തു തുടങ്ങി. കത്തിലെ ഓരോ വരികളിലും ഭയവും മരണവും ഭീതിയും നിഴലിച്ചു നിന്നിരുന്നു. ദിവസം തോറും പുതിയ ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് ജയിൽ നിറച്ചുകൊണ്ടിരുന്നു. ആരും രക്ഷപ്പെടരുതെന്ന കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഞങ്ങളിൽ പലരുടെയും കുടുംബങ്ങളിൽ ജോലി ചെയ്തിരുന്ന വിജാതീയരായ സേവകരുണ്ടായിരുന്നു. അവരെയും അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. പട്ടാളക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾക്കെതിരെ കള്ളസാക്ഷ്യങ്ങൾ നിരത്തി. ജനങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു. കത്തുകൾ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: രക്തസാക്ഷികൾ യേശുവിൻ്റെ വിശ്വാസത്തിന് വേണ്ടി തീഷ്ണതയോടുകൂടി രക്തം ചിന്തിയവരാണ്. ഈ അവസരത്തിൽ ഇത്തരം ആരോപണങ്ങൾ, ശക്തമായ ആരോപണങ്ങൾ കടന്നു വന്നപ്പോൾ, അവർ ഒറ്റപ്പെട്ടപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടായി. അവരിപ്രകാരം എഴുതിയിരിക്കുകയാണ്: ഞങ്ങളെ സ്നേഹിച്ചിരുന്ന, ഒരേ കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ തൊട്ട അയൽവക്കത്തുള്ളവർ ഞങ്ങളെ വെറുക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ, മതമർദ്ദനത്തിൻ്റെ, സഭാപീഡനത്തിൻ്റെ രേഖ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ സ്വന്തമെന്ന് കരുതുന്നവർ വെറുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളെ അവർ വെറുക്കുവാൻ തുടങ്ങി. ഇപ്രകാരം അവർ രേഖപ്പെടുത്തുകയാണ്: സാന്തൂസ്, മാത്തൂസ് എന്നീ അതിലൊരാൾ ഡീക്കനാണ്. മാത്തൂസ് എന്നുള്ള വ്യക്തി ഡീക്കനാണ്. അറ്റാലിസ് ബ്ലാന്റിന എന്ന ഒരു ഗ്രീക്ക് അടിമയും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇവരനുഭവിച്ച പീഡകൾ ഈ എഴുത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ വളരെയധികം അവരിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ഈ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ, അവർ രേഖപ്പെടുത്തിയ അനുഭവ കഥകളാണ് ഈ കത്തിൽ ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വിശുദ്ധ ഡീക്കനായ മാത്തൂസും സാന്തൂസും ബ്ലാന്റിനെയും വളരെയധികം പീഡകൾ അവർ സഹിക്കേണ്ടി വന്നു. അവർക്ക് അവരുടെ ഇപ്രകാരം ഒരു ദർശനമുണ്ടായി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്വർഗത്തിൻ്റെ ഒരു ദർശനം. അവരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ശക്തമായിട്ട് ഉള്ള സംരക്ഷണം മാലാഖമാർ നൽകിക്കൊള്ളും. നിങ്ങൾ വേദനകളുടെ മുമ്പിൽ പതറിപ്പോകാൻ പാടില്ല. ധീരതയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ ശക്തിപ്പെടട്ടെ എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദർശനം തന്നെ ലഭിക്കുകയാണ്. ഈ ദർശനത്തിൽ ഇവരെ ആ കാലഘട്ടത്തെ ഗവർണർ ജയിലിൽ അടയ്ക്കുകയാണ്. ഇത്തരം മതമർദ്ദത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവരെ ജയിലിൽ അടയ്ക്കുകയാണ്. ഏകദേശം 200ഓളം ആളുകൾ ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെടുകയാണ്. ഇവർ ജയിലിലായിരിക്കുമ്പോൾ അവിടെ ബിഷപ്പായിരുന്ന പോത്തനീസ്, വിശുദ്ധ പോത്തനീസ് അവരെ സന്ദർശിച്ചു.
വിശുദ്ധ പോത്തനീസ് അവരെ സന്ദർശിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗവർണർ ബിഷപ്പിനെയും തടവിലാക്കി, വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അങ്ങനെ വിശുദ്ധ പോത്തനീസ് അതിദാരുണമായിട്ട് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ബിഷപ്പ് പോത്തിനസ് അപ്പസ്തോലന്മാരെ കണ്ടവരെ നേരിട്ട് കേട്ട വ്യക്തിയെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഫ്രാൻസിലെ മെത്രാനായിരുന്ന വിശുദ്ധ പോത്തിനസ് നിരവധി ജനങ്ങളെ ക്രിസ്തുവിശ്വാസത്തിൽ ആകൃഷ്ടരാക്കുകയും ജ്ഞാനസ്നാനം നൽകപ്പെടുകയും ചെയ്തിരുന്നു. ക്രിസ്തുവിശ്വാസികളെ നിഷ്കാസനം ചെയ്തിരുന്ന നാളുകളിൽ അവർക്ക് ധൈര്യമേകുവാനും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാതെ ധീരമായി രക്തസാക്ഷിത്വം വരിക്കുന്നവർക്ക് സ്വർഗം കാത്തിരിക്കുന്നുവെന്ന പ്രത്യാശയുടെ വചനമാകുവാനും വിശുദ്ധ പോത്തിനസ് നിലകൊണ്ടു. ക്രിസ്ത്യാനികൾ മനുഷ്യമാംസം ഭക്ഷിക്കുന്നവരാണെന്നും കുടുംബബന്ധം മറന്ന് അവിഹിതബന്ധം പുലർത്തുന്നവരുമാണെന്നുമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് വിശ്വാസികളെയും ബിഷപ്പ് പോത്തിനസിനെയും തുറുങ്കിലടച്ചു. അക്കാലത്ത് ഡീക്കൻ സാന്തൂസും മാത്തറൂസും ബ്ലോൻഡിനെയും കഠോര പീഡനങ്ങൾക്കിരയായി. ചുട്ടുപഴുത്ത ഇരുമ്പ് പ്ലേറ്റുകൾ ശരീരത്തിൽ വെച്ച് പൊള്ളിച്ചു. വെന്ത് വീർത്ത് രൂപം നഷ്ടപ്പെട്ട് ഒരു മാംസപിണ്ഡമായി അവർ മാറി. ആംഫി തിയേറ്ററിൽ ഹിംസ്ര ജന്തുക്കൾക്ക് എറിഞ്ഞുകൊടുക്കപ്പെട്ടു. ബിഷപ്പ് പോത്തിനസിന് 90 വയസ്സ് പ്രായമായിരുന്നു. പല രോഗങ്ങളും അദ്ദേഹത്തെ പിടികൂടി. ഗവർണറിന് മുമ്പിൽ സധൈര്യത്തോടെ വിശ്വാസപ്രതിജ്ഞ ചെയ്തപ്പോൾ വർദ്ധിത കോപത്തോടെ അദ്ദേഹത്തെ തൊഴിക്കുകയും അടിക്കുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ബോധരഹിതനായ ബിഷപ്പ് 2 ദിവസങ്ങൾക്കകം ജയിലിൽ വെച്ച് മരിക്കുകയും ചെയ്തു. ഇവർ കൊല്ലപ്പെടുന്ന അവസരത്തിൽ വളരെ ശക്തിയോട് വിശുദ്ധ പോത്തനീസ് അലക്സാണ്ടർ എന്ന ഒരു ഡോക്ടറുണ്ട്. ഈ അലക്സാണ്ടർ എന്ന ഡോക്ടറും ഈ തടവിലാക്കപ്പെട്ടവരുടെ കൂടെയാണ്. അവരെ ശക്തിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പോത്തനീസിൻ്റെ വാക്കുകളിൽ. ധീരതയോടുകൂടി ഇരിക്കുക, ക്രിസ്തുവിന് വേണ്ടി മരിക്കുക, നമുക്ക് ക്രിസ്ത്യാനിയായിരിക്കാം, ക്രിസ്ത്യാനിയായിരിക്കുക എത്ര മഹോന്നതമാണ്. അവരെ പീഡിപ്പിച്ചതിന് ശേഷം, പലരെയും പീഡിപ്പിച്ചതിന് ശേഷം കഴുത്തിൽ ഇപ്രകാരം ഇവൻ ക്രിസ്ത്യാനി അങ്ങനെ ഒരു ബോർഡ് തൂക്കിയ ശേഷം നഗരത്തിലൂടെ കൊണ്ടു നടന്നു. ഇങ്ങനെയെല്ലാം അവരെ അപമാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ പോത്തനീസ് അവരെ ശക്തിപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ അദ്ദേഹവും കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. വളരെ അതിദാരുണമായിട്ട് ഇരുമ്പ് പലക ചൂടാക്കിയതിന് ശേഷം അതിനു മുകളിൽ അവരെ കിടത്തുകയാണ്. ആംഫി തിയേറ്റർ, ഇപ്പോഴും അവരെ ഈ വിശുദ്ധരെ പീഡിപ്പിച്ച തിയേറ്റർ ലേൺസിലുണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് കാണുവാൻ സാധിക്കും. 2000 വർഷങ്ങൾ കഴിയുമ്പോഴും അന്ന് ആദിമ കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധരെ പീഡിപ്പിച്ച ആംഫി തിയേറ്ററിൻ്റെ ചില ഭാഗങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ക്രൂരരായ മൃഗങ്ങളുടെ മുമ്പിലേക്ക് ഈ പ്രിയപ്പെട്ടവർ എറിഞ്ഞു കൊടുക്കപ്പെട്ടു. ചിലരെല്ലാം ഗളച്ഛേദം ചെയ്യപ്പെട്ടു. ഒരു കാര്യം അവർ ഈ കത്തിൽ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്, രക്തസാക്ഷിത്വം, യേശുവിന് വേണ്ടി രക്തം ചിന്തണം എന്നുള്ള തൊട്ടടുത്തെത്തുമ്പോൾ ഒരു വലിയൊരു ശക്തി അവർക്ക് ലഭിക്കുകയാണ്. മരണം അവർക്ക് നിസ്സാരമായിട്ട് തോന്നുകയാണ്. നിത്യമായിട്ടുള്ള ശക്തി സ്വർഗത്തിലുണ്ടെന്ന് അവർക്ക് തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കുകയാണ്. എത്ര മനോഹരമാണ് രക്തസാക്ഷിത്വം! അത് വരിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയൊരു ശക്തി. അതാണ് നമുക്ക് ഈ രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, അവരുടെ ജീവിതകഥ ധ്യാനിക്കുമ്പോൾ ശക്തി നൽകേണ്ടത്. സഹനത്തിലും മരണത്തിലും രക്തസാക്ഷികൾ പ്രകടിപ്പിച്ച ധീരത ക്രിസ്തീയതയുടെ മുഖമുദ്രയാണ്. അവർ മരണത്തെയല്ല ഭയപ്പെട്ടത്, മറിച്ച് വിശ്വാസം വെടിഞ്ഞ് അവിശ്വാസികളുടെ കൂട്ടത്തിൽ ഒരുവനായി തീരുന്നതിനെക്കുറിച്ചാണ് വ്യാകുലപ്പെട്ടിരുന്നത്. ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നവർ നരകത്തിന് അർഹരാവുമെന്ന ദൈവദർശനം തങ്ങൾക്കുള്ളതുപോലെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാൻ വിശുദ്ധ പോത്തിനസിന്റെ ജീവിതം മാതൃകയായി. ക്രിസ്തുമഹത്വം പ്രകീർത്തിക്കാൻ സ്വജീവൻ സമർപ്പിച്ച മറ്റു വിശ്വാസികളും സഭയുടെ വിശ്വാസ മകുടങ്ങളായി, സ്വർഗീയ വാതായനങ്ങളായി
വിരാജിക്കുന്നു. ധീരരായ വിശുദ്ധ പോത്തനീസിനെയും സാന്തോസിനെയും ഡീക്കനായ മാത്തൂസിനെയും മറ്റ് 200-ലധികം രക്തസാക്ഷികളെയും ജൂൺ 2-ാം തീയതിയാണ് സഭ അനുസ്മരിക്കുന്നത്. അവരുടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ വിശുദ്ധ ബലിയോട് ചേർത്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സഭയിൽ പീഡനങ്ങൾ, വേദനകൾ, ദുഃഖങ്ങളുണ്ടായപ്പോൾ തളർന്നു പോയില്ല നമ്മുടെ രക്തസാക്ഷികൾ. നമുക്ക് കൊച്ചു കൊച്ചു അനുഭവങ്ങൾ വരുമ്പോൾ, പീഡകൾ ഉണ്ടാകുമ്പോൾ മനസ്സ് തളർന്നു പോകാറില്ലേ? നിരാശപ്പെടാറില്ലേ? ഒരിക്കലും പാടില്ല. കാരണം രക്തസാക്ഷികളുടെ ആ കരുത്ത് എത്ര വലുതാണ്. നമ്മെ ശക്തിപ്പെടുത്തണം. ഇന്നും ഈ കാലഘട്ടവും രക്തസാക്ഷിത്വത്തിൻ്റെതാണ്. സഭ പീഡിപ്പിക്കപ്പെടുന്നു. ഒരുപക്ഷെ രക്തം ചിന്താതെ സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അവിടെ നാം തളരരുത്, ധീരതയോടുകൂടി നിൽക്കണം. അതിനുള്ള കരുത്ത് വിശുദ്ധ പോത്തനീസും കൂടെയുള്ള രക്തസാക്ഷികളും നമുക്ക് നൽകും. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കും വിശ്വാസത്തിൽ തീഷ്ണതയോടുകൂടി ആയിരിക്കാം. ഒരിക്കലും പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, വേദനകൾ കടന്നു വരുമ്പോൾ തളർന്നു പോകാതെ ഞങ്ങളെയും രക്ഷിക്കണമേ, ഞങ്ങൾക്കും ശക്തി നൽകണമേ, ഞങ്ങളുടെ സഹപ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് വിശുദ്ധ പോത്തനീസിനോടും സഹപ്രവർത്തകരോടും രക്തസാക്ഷികളോടും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ പോത്തനീസ് സഹപ്രവർത്തകരുടെയും രക്തസാക്ഷിത്വം പ്രിയപ്പെട്ടവരെ നമുക്ക് ശക്തിയും കരുത്തും നൽകട്ടെ. അവരുടെ ചുടുനിണം നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനുള്ള വലിയ നിമിഷങ്ങളായി മാറട്ടെ. നമുക്ക് അവരോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. അനുദിന ജീവിതത്തിലെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് സമർപ്പിക്കാം. സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കും നമ്മുടെ പ്രിയപ്പെട്ട രക്തസാക്ഷികൾ. അവരുടെ വലിയ സ്നേഹവും ശക്തിയും നമ്മെ നയിക്കട്ടെ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന ശാലോം കുടുംബാംഗങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തുമാർഗ ചരിച്ചോരനേകർ നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയെ ഭരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.